നാളെ ഒരു പൂർണ്ണ ആരോഗ്യവാന്, ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ അവൻ എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്ന് അത് വേറൊരു വ്യക്തിയോട് ചോദിക്കുന്നതിന് എത്രയോ നല്ലതാണ് സാറിനോട്. കാരണം സാർ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി അതെന്താണെന്ന് റിസർച്ച് ചെയ്ത ഒരാളാണ്. എന്താണത്? പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അതിന് ഒരു ബാഹ്യ ശക്തിയുടെയോ ആന്തരിക ശക്തിയുടെയോ പ്രവർത്തനത്തിൻ്റെ വൈകല്യം കൊണ്ട് അസുഖം ഉണ്ടാകാവുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിന് വ്യായാമമാണ്. തീർച്ചയായും അത് രാവിലെ ഒരു അരമണിക്കൂർ നടന്നു പോവുക, തിരിച്ച് അരമണിക്കൂർ നടന്നു വരിക, അത് 1 മണിക്കൂറത്തെ നടത്തം നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി പ്രാധാന്യം സപ്പോർട്ട് തരും. ഇതൊന്ന്. രണ്ടാമത്തത് മാനസികമായിട്ട് പിരിമുറുക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാനസികമായ പിരിമുറുക്കം എന്ന് പറയുന്നത് ആ ചിന്ത തന്നെ അർത്ഥമില്ലാത്ത ഒരു ചിന്തയാണ്. അപ്പം ആ പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല, കോട്ടമേ ഉണ്ടാകുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ മനുഷ്യർ ചിന്തയുടെ ലെവലിൽ, ചിന്തിക്കുന്ന ലെവലിൽ ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആൾക്കാരില്ല. പക്ഷെ നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം ആ ചിന്ത വെടിഞ്ഞിട്ട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ചിന്തയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ആഹാരം ആയുർവേദ വിധിപ്രകാരം നിങ്ങൾ രാവിലെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം. എത്ര കഴിക്കാമോ അത്രയും കഴിച്ചിരിക്കും. രാവിലെ ഇഷ്ടംപോലെ കഴിക്കണം. ഉച്ചയ്ക്ക് അത് നോർമൽ ഫുഡേ ആകാവുള്ളൂ. അതേസമയം വൈകിട്ട് വളരെ കുറച്ച് ആഹാരം കഴിക്കാവുള്ളൂ. അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആഹാരം കഴിക്കാവുള്ളൂ. തീർച്ചയായും. അന്നേരം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ആഹാരം കൂടുതൽ കഴിച്ച് നിങ്ങൾ കിടന്നുറങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട എനർജിക്ക് പകരം ഫാറ്റായിരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്. തീർച്ചയായും. കാരണം നമ്മൾ ഉറങ്ങുകയാണ്, നമ്മുടെ ശരീരം നിശ്ചലാവസ്ഥയാണ്. അന്നേരം അത് ശരീരം അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ ഫാറ്റായിരിക്കും. അത് സാച്ചുറേറ്റഡ് ഫാറ്റായിരിക്കും. അത് നമ്മുടെ ശരീരത്തെ പിന്നെ മറ്റുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയണം. എൻ്റെ ഫാമിലി വൈഫ് 2 ആൺപിള്ളേരാണുള്ളത്. കുട്ടനാട് തന്നെയാണ്? ഇല്ല, അവരിവിടെ ജനിച്ചു വളർന്നത്. എൻ്റെ കുട്ടനാട്. വൈഫും ഞങ്ങൾ ഒരു നാട്ടുകാർ തന്നെയാണ്, കുട്ടനാട്ടുകാർ തന്നെയാണ്. വൈഫിൻ്റെ പേര് എൽസമ്മ. വീട്ടിൽ വിളിക്കുന്നത് ഒഫീഷ്യൽ നെയിം റോസമ്മ. അതുകൊണ്ടാണ് റോസും ഒക്കെ വന്നത്. അറോസിൽ എയും റോസും. അറോസ് ആന്റണിയുടെ എയും റോസിന്റെ റോസും. പിന്നെ ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ചെറുപ്പം മുതലേ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അന്നൊന്നും നമ്മൾ കല്യാണത്തെ കുറിച്ചൊന്നും അന്ന് നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അന്നത്തെ കാലത്തിന് വളരെ നല്ല ഫ്രണ്ടായിരുന്നു. പിന്നീടാണ് അവസാനം ജീവിതസഖിയായിട്ട് മാറിയത്. പിന്നെ അതിന് പുള്ളിക്കാരി ടീച്ചറായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർഡായി. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മകൻ ഒരു 5 വർഷം മുമ്പ് US നിന്ന് PhD എടുത്ത് US തന്നെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ഇപ്പം ഈ ഡിസംബറിൽ PhD കംപ്ലീറ്റ് ആകും. മൂത്ത മകൻ കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ചു. അത് ബോംബെക്കാരി കുട്ടിയാണ്, മലയാളി കുട്ടി തന്നെയാണ്. അവളും അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെറിയവൻ്റെ അടുത്ത വർഷം ഞങ്ങൾ കേരളത്തിൽ കല്യാണം നടത്താൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ US പോയിട്ട് വന്നു. അവിടെയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ലെവലിൽ ജീവിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ലെവലിൽ ജീവിക്കുന്നു. വളരെ പൂനെയിലെ ലൈഫ് വളരെ നല്ല. പൂനെയിലെ ഒത്തിരി നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മൾ മറക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളും കണ്ട വ്യക്തിയാണ് ഞാൻ. ഇനിയുള്ള സാറിൻ്റെ സ്വപ്നം എന്താണ് സാർ? അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും പറയത്തക്കതായിട്ടില്ല. ഇനിയിപ്പോൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് എൻ്റെ ലോകത്തിനും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകണം. അത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇത് ഇപ്പം ഞാൻ ഹാർട്ടിൻ്റെ 5ാമത്തെ എൻ്റെ പ്രോഡക്റ്റ് 5th ജനറേഷൻ പ്രോഡക്റ്റ് ഇപ്പം ഞാൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെളി വരുന്നതോടെ, അതിൻ്റെ ടെസ്റ്റിംഗ് കഴിയുന്നതോടെ അത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു നല്ല ലെവലിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് കൂടുതൽ റിസൾട്ടും
ഈ രംഗത്ത് ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എല്ലാവരും അതിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ട് അത് പബ്ലിക്കിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് എൻ്റെ ഒരു സ്വപ്നം. അതിനുവേണ്ടി വലിയ വലിയ NGOs എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്ക് കണ്ടിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ മഹാരാഷ്ട്രയിലുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള NGOs, പഞ്ചശീൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഇന്നിപ്പോൾ അവരുടെ ഫുൾ സ്ട്രെങ്ത് വെച്ചിട്ട് എൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ, എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്തും ചെയ്തു തരാൻ അവർ തയ്യാറാണ്. വളരെ സന്തോഷം സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ 5th ജനറേഷൻ പ്രോഡക്റ്റ് സാറ് ഇറക്കുമ്പോൾ അത് സാറിൻ്റെ സ്വപ്നങ്ങളെ പോലെ അത് സാധിക്കട്ടെ എന്ന് ഞാൻ സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം ചിലവാക്കിയതിന് നന്ദി. നമസ്കാരം. നമസ്കാരം. എത്ര സംസാരിച്ചാലും തീരില്ല ഈ വിഷയത്തെക്കുറിച്ച്. നമ്മുടെ സമയത്തിരക്ക് കൊണ്ടാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തത്. കാരണം ഡോക്ടർ ആൻ്റണി ജോസഫ് എന്ന മഹാനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടറെ ഞാൻ കണ്ടു. ഒരു കാർഡിയാക്ക് പരമായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്ന ഒരാളെ ഞാൻ കണ്ടു. ആയുർവേദം എന്താണെന്നുള്ള ഒരാളെ ഞാൻ കണ്ടു. ഒരു ട്രേഡ് യൂണിയൻ ലീഡറിനെ ഞാൻ കണ്ടു. ഒരു നല്ല പൊളിറ്റീഷ്യനെ ഞാൻ കണ്ടു. ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ഇതൊക്കെ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ദൈവവിശ്വാസിയായ ഒരാളെയും ഞാൻ കണ്ടു. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു വ്യക്തിയാകുന്നത്. ഈ വ്യക്തിയാണ് ഡോക്ടർ ആൻ്റണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം പറഞ്ഞ കാരണം എൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നല്ല പറഞ്ഞു. ഈ പ്രോഡക്റ്റ് കൊണ്ട് സമൂഹത്തിന് ബെനിഫിറ്റ് കിട്ടണം. അതാണ് എൻ്റെ സ്വപ്നം. തീർച്ചയായും അങ്ങനെ ഇന്ന് ഞാൻ റിസർച്ചിലൂടെ കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് ലാഭം കിട്ടണം, വലിയൊരു കോടീശ്വരനാകണം എന്ന് കരുതുന്ന സമൂഹത്തിന് മുമ്പിൽ ഡോക്ടർ ആൻ്റണി ജോസഫ് വേറിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ്. എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പ്രവർത്തന മണ്ഡലത്തെയും എൻ്റെ നേട്ടത്തെയും ജനങ്ങളിലെത്തിക്കാനുള്ള കേരള വിഷൻ്റെ ശ്രമം അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. അതിൽ നിന്ന് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായി തീരാൻ കേരള വിഷൻ മുൻകൈ എടുത്തതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ എപ്പിസോഡിലെ ചോദ്യം: ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയം 24 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ രക്തം പമ്പ് ചെയ്യും? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയം 24 മണിക്കൂറിനുള്ളിൽ എത്ര ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യും? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.